പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിന്റെ മുഖമായി മാറിയ സന്ദീപ് വാര്യർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അവിഭാജ്യ ഘടകമാകും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ മൂന്നാം വട്ട സർവേ പൂർത്തിയാക്കി AICC നിൽക്കുമ്പോൾ സന്ദീപ് വാര്യർക്ക് സാധ്യതയേറുന്നു എന്ന വാർത്തയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരിപ്പിക്കും. രംഗത്തേക്കിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുവാനാണ് പദ്ധതി. ഈ പദ്ധതിയോടനുബന്ധിച്ചാണ് ഏറെ കോളിളക്കമുണ്ടാക്കി BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന പെട്ടെന്ന് തന്നെ ജനസ്വീകാര്യനായി മാറിയ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, വിജയസാധ്യത കുറവുള്ള മണ്ഡലങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിവെക്കുന്നത്. തിരുവമ്പാടിയിൽ VS ജോയിയും, തൃത്താലയിൽ VT ബൽറാമും, തൃശൂരിൽ സന്ദീപ് വാര്യറും മത്സരത്തിന് ഇറങ്ങും എന്നാണ് സൂചന. നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാൻ സാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു മുഖം തന്നെയാണ് സന്ദീപ് വാര്യറിന്റേത്. നിലവിൽ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിന് മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്ന KPCC വക്താവായിട്ടാണ് നിയമനം നൽകിയിട്ടുണ്ട്. വക്താക്കളുടെ പട്ടികയിലേക്ക് സന്ദീപ് വാര്യറെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതായിട്ട് അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരനാണ് അറിയിച്ചത്. വാർത്താക്കുറിപ്പും ഇതോടനുബന്ധിച്ച് പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഇനി ചാനൽ ചർച്ചകൾ സന്ദീപ് വാര്യർ പങ്കെടുക്കും എന്നും നമ്മൾ അന്ന് അറിഞ്ഞു. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ആയിരുന്നു KPCC മീഡിയ വിഭാഗം ഇൻചാർജ് ആയിരുന്നത്. പിന്നീട് നാഥനില്ല കളരിയായി മാറിയ തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അധികാര സാധ്യതയെ തന്നെ അട്ടിമറിക്കുമെന്ന ആശങ്കയാണ് കോൺഗ്രസിൽ ശക്തമായത്. തൃശൂരിൽ 5 സീറ്റിലെങ്കിലും ജയിക്കാതെ സംസ്ഥാന ഭരണം UDFന് സ്വപ്നം കാണാനാകില്ല എന്ന വസ്തുതയും സന്ദീപിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലുള്ള ഒരു സീറ്റ് തന്നെ നിലനിർത്തുന്നത് എങ്ങനെയെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് സന്ദീപ് വാര്യറെ തന്നെ ഇറക്കുന്നത്. K കരുണാകരനും CN ബാലകൃഷ്ണനും കരുത്തായി വിരാജിച്ച തൃശൂരിൽ കോൺഗ്രസ് കൊടിയിറങ്ങുകയാണെന്ന് പറയാവുന്ന സ്ഥിതിയാണ് ഉള്ളത്. 40% ബൂത്തുകളിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലുമില്ല എന്ന് DCC തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഭാരവാഹി പട്ടികയിലുള്ളവരെ പാർട്ടി യോഗങ്ങളിലോ പരിപാടികളിലോ കാണാനാകില്ല. പാർട്ടി പരിപാടിക്ക് വരുന്നവരൊന്നും ഭാരവാഹികളുമല്ല. നേതാക്കളുടെ കസേരയിൽ 20 വർഷത്തിലേറെയായി സ്ഥിരമായിരിക്കുന്നവരുണ്ട്. തൃശൂർ ജില്ലയിലെ മണ്ഡലം മുതൽ DCC വരെ കോൺഗ്രസിന്റെ സ്ഥിതി ഇതാണ്. പാർട്ടിക്കാരായ ചിലരുടെ നിയന്ത്രണത്തിൽ സഹകരണ ബാങ്കുകളോ മറ്റ് സ്ഥാപനങ്ങളോ പ്രവർത്തിക്കുന്നത് മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ വിലാസമുള്ളത്. AI ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ പഴയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രാദേശിക നേതാക്കൾക്കെല്ലാം സ്വന്തമായി ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ് നേതാക്കന്മാർ എല്ലാം ഒരു പക്ഷത്തു നിന്നും പ്രവർത്തകർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും ജില്ലയിലുണ്ട്. കുന്നംകുളം മണ്ഡലത്തിലെ കടവല്ലൂർ പഞ്ചായത്തിൽ 3 വർഷമായി AI ഗ്രൂപ്പുകൾ തമ്മിൽ പൊരിഞ്ഞ പോരിലുമായിരുന്നു. മാത്രവുമല്ല, തൃശൂർ പാർലമെന്റ് സീറ്റ് സുരേഷ് ഗോപി കൊണ്ടുപോയതും അത് നേടിയെടുക്കാൻ K മുരളീധരനെ കൊണ്ട് ആവാതിരുന്നതും ഒരു വലിയ കുറവ് തന്നെയാണ്. അവിടെയാണ് മുരളീധരനെ പോലും ഒതുക്കിക്കൊണ്ട് സന്ദീപ് വാര്യരുടെ കടന്നുവരവ് എന്നതാണ് ശ്രദ്ധേയം. തൃശൂർ മുരളീധരൻ കൈവിട്ടിറങ്ങിയ സ്ഥലമായതുകൊണ്ടും പത്മജയുടെ മണ്ഡലമായതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ വരവ് അത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം.